ഹായ്, എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് റവ കൊണ്ട് ഒരു വട ഉണ്ടാക്കാം. എളുപ്പത്തിൽ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ റവ കൊണ്ടുള്ള വട നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഞാൻ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ 2 കപ്പ് തിളച്ച വെള്ളം നമുക്ക് പാനിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളകിന് പകരം ചില്ലി ഫ്ലെക്സ് വേണമെങ്കിലും ചേർക്കാം. ഇനി വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഓയിൽ ചേർക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റവയൊന്ന് വേന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് നന്നായിട്ട് ഇങ്ങനെ കട്ടയില്ലാതെ ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ടയില്ലാതെ ഇപ്പം നന്നായിട്ട് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നമുക്കിനിയും റവ മിക്സ് വേറൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാമേ, ഒരു ഇച്ചിരി പരന്ന പാത്രത്തിലോട്ട്. ഇത് നല്ല ചൂടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചൂടാറിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. റവ മിക്സിൻ്റെ ചൂടൊക്കെ ഇപ്പം ആറിയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. ആ സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിലോട്ട് ഒരു നുള്ളു ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്, ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് നമുക്കത് കുഴച്ചെടുക്കണേ. ചെറിയ ചൂടുണ്ട്. ഞാൻ ഇപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതേന്ന് ഓരോ ഉരുളകളാക്കി എടുക്കാവേ. വലിയ വലിപ്പം വേണ്ട, നല്ലൊരു മീഡിയം സൈസിലുള്ള ഉരുളയാക്കി എടുക്കാം. നമ്മുടെ കയ്യിലൊരു നുള്ളു ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന് ഓരോ ഉരുളേനെയും നമുക്ക് വടയാക്കി എടുക്കാം. ഉഴുന്നുവട ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം. നമുക്ക് ഓരോ വടയും ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് ആ സമയം കൊണ്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഷേപ്പാക്കി എടുക്കാം. ഇത്രയും വടകൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഓരോ വടകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കാം. ലോ ഫ്ലെയിമിൽ വേണ്ട, മീഡിയം ഫ്ലെയിമിൽ. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. നമുക്കിതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കത് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാവേ. ഫ്ലെയിം കൂട്ടി കൊടുത്തുകൊണ്ട്
നമുക്ക് നമ്മുടെ വട കോരിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കോരിയെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് കോരാം. നമുക്കൊരു സ്ട്രെയിനറിലോട്ട് വട മാറ്റാം. അടുത്ത വടയും ഇതുപോലെ നമുക്ക് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വട പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളു നല്ല സോഫ്റ്റുമാണ്. ഉള്ളു നല്ല സോഫ്റ്റുമായിട്ടുള്ള വടയാണ്. ഈ വട ഒട്ടും ഓയിൽ കുടിച്ചിട്ടില്ല. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. നമുക്കിത് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്തു.